ഈ കേസിൽ ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ മുൻകൂർ ജാമ്യം തേടി ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ ആരോഗ്യ കാരണങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. ബിനിൽ വിവരങ്ങളുമായുണ്ട്. ബിനിൽ, കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിലായിരിക്കും ഇങ്ങനെയൊരു ശ്രമം. എന്താണ് വിവരം? ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ ആദ്യമായി ഒരു മുൻകൂർ ജാമ്യ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറി എസ് ജയശ്രീയാണ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഈ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ കോടതിയുടെ പരിഗണനയിലേക്ക് ഈ ഹർജി എത്തിയിട്ടില്ല. കോടതിയിൽ ഈ ഹർജി പരിശോധിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ജയശ്രീ ചൂണ്ടിക്കാണിക്കുന്നത് താൻ ഈ കേസിൽ നിരപരാധിയാണ്. 3700/2025, അതായത് ഈ ഒന്നാമത്തെ എഫ്ഐആറിലെ 4ാമത്തെ പ്രതിയായിട്ടാണ് എസ് ജയശ്രീയെ ചേർത്തിരിക്കുന്നത്. താൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ, അത് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടി നൽകുന്നത്. അപ്പോൾ കൈമാറാൻ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള ആ ഒരു വാചകം, ആ വരി ആണ് ഇതിൽ വിവാദമായിരിക്കുന്നത്. ആ വരി ചേർത്തത് എസ് ജയശ്രീയാണ് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് താൻ ഇതിൽ നിരപരാധിയാണ്. നേരത്തെ ഈ കട്ടിളപ്പാളികൾ കൊണ്ടുപോയപ്പോഴടക്കം ആ ഉത്തരവിലും ഇത് ഈ വ്യക്തിക്ക്, അതായത് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം ആ ഉത്തരവിന്റെ ഭാഗമായിട്ടുണ്ട്. അത് താൻ ബോധപൂർവം ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ഇത് കൈമാറാനുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. ഇതിൽ താൻ തീർത്തും നിരപരാധിയാണ് എന്ന വാദമാണ് എസ് ജെ. ശബരിമല കേസിൽ ആദ്യ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ദേവസ്വം